പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആലപ്പുഴ ജില്ലയിൽ നിന്നല്ല, കേരളത്തിലെ തന്നെ CPM-ൻ്റെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീമൻ ജി സുധാകരൻ 63 വർഷത്തെ പാർട്ടി ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു CPM-ൻ്റെ മെമ്പറെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ പാർട്ടിയുമായിട്ടുള്ള അയാളുടെ ബന്ധം പരിപൂർണമായും വിച്ഛേദിക്കുന്നു എന്നാണ്. അതാണ് ജി സുധാകരൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ജി സുധാകരൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് താൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്നാണ്, പുതുക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹവുമായി അനുനയ നീക്കം നടത്താൻ വേണ്ടി പല നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. ജില്ലാ നേതൃത്വം അദ്ദേഹവുമായി അനുനയ നീക്കം നടത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം കണ്ടതുപോലും ഭാവിച്ചില്ല. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. അതിനും അദ്ദേഹം നിന്ന് കൊടുത്തിട്ടില്ല. സംസാരിച്ചു എങ്കിലും അദ്ദേഹം തന്നെ തീരുമാനം മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. CPM-ൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയും അദ്ദേഹത്തെ ബന്ധപ്പെട്ടതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പറയുന്നത് CPM-ൻ്റെ പരമോന്നത നേതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയൻ ബന്ധപ്പെടുമെന്നും ആ ബന്ധപ്പെടുക എന്നുള്ള ഒരു കാര്യം കൂടി ഇനി നടക്കാനുള്ളൂ എന്നുമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതുവരെ വന്ന സൂചനകളിൽ നിന്ന് ജി സുധാകരൻ തൻ്റെ തീരുമാനം പിൻവലിക്കാനുള്ള സാധ്യത തുലവും കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 63 വർഷക്കാലമായി പാർട്ടി മെമ്പർ, 43 വർഷക്കാലമായി സംസ്ഥാന കമ്മിറ്റി അംഗം, 4 തവണ MLA, 2 തവണ മന്ത്രി, ദേവസ്വം മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ആ ജി സുധാകരൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ആലപ്പുഴ ജില്ലയിലെ പാർട്ടി ബ്രാഞ്ചിൽ പ്രവർത്തിച്ചു വരികയാണ്. 43 വർഷം സംസ്ഥാന കമ്മിറ്റി അംഗമായ സുധാകരൻ 5 വർഷക്കാലമായി ബ്രാഞ്ചിൽ പ്രവർത്തിച്ചു വരിക. നമുക്കറിയാം, അമ്പലപ്പുഴയിൽ നിന്ന് 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച H സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ജി സുധാകരൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കുകയും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തത്. കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം അസ്വസ്ഥനായിരുന്നു എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ നേതൃത്വവുമായി കലഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് പരസ്യമായിട്ടുള്ള കാര്യം. ജില്ലയിൽ നിന്ന് ഉയർന്നു വന്ന പുത്തൻകൂറ്റ് നേതാവായിട്ടുള്ള സജി ചെറിയാനുമായിട്ട് അദ്ദേഹം തർക്കത്തിലായിരുന്നു. R നാസറുമായി തർക്കത്തിലായിരുന്നു. ആലപ്പുഴ MLA ആയിട്ടുള്ള അമ്പലപ്പുഴ MLA ആയിട്ടുള്ള H സലാമുമായിട്ട് തർക്കത്തിലായിരുന്നു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ തർക്കത്തിലായിരുന്ന അവസരങ്ങളിലൊക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ഞാൻ പാർട്ടിയിൽ തന്നെ തുടരുകയാണ് എന്നാണ്, പാർട്ടിയുമായി ചേർന്ന് പോവുകയാണ് സുധാകരൻ ചെയ്യേണ്ടതെന്ന് ഒരു പ്രാവശ്യം സജി ചെറിയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പരസ്യമായി തന്നെ അതിനെ നിഷേധിച്ചുകൊണ്ട് അത് സജി ചെറിയാനും വിവരമില്ലാത്തതുകൊണ്ടാണ്, ഞാൻ പാർട്ടിയുമായി ചേർന്ന് പോകുന്ന ഒരാളല്ല, പാർട്ടിക്ക് അകത്തു തന്നെ നിൽക്കുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നോട് സജീവമായിരുന്നു. എന്തിനു പറയുന്നത്, ഈ ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം CPM-ന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. എന്നാൽ അങ്ങനെ പ്രവർത്തിച്ച ജി സുധാകരനാണ് ഈ കഴിഞ്ഞ ദിവസം പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ പിണറായി വിജയൻ ബന്ധപ്പെട്ടാലും തൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോക്കം പോകും എന്ന് നമുക്ക് കരുതുക വയ്യ. പക്ഷേ പിണറായി വിജയൻ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. നടത്താത്ത കാര്യങ്ങൾ നടത്തുന്ന ആളാണ് പിണറായി വിജയൻ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ ഒരു തിരിഞ്ഞുപോക്ക് ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്നാലും നമ്മൾ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി അനുസരിച്ച് ചിന്തിച്ച് നോക്കിയാൽ തിരിച്ചുപോക്കിനുള്ള സാധ്യത കുറവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ജി സുധാകരൻ എന്ന് പറഞ്ഞ നേതാവ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പാർട്ടി വിട്ടു പോകുന്നത് CPM-നെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഏപ്രിൽ 3-ാമത്തെ ആഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഫെബ്രുവരി തീർന്നു, ഇനി കട്ടിച്ചൊരു 1.5 മാസമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സുധാകരൻ്റെ ഈ തീരുമാനം എങ്ങനെയാണ് CPM-ൻ്റെ സാധ്യതകളെ ആലപ്പുഴയിലും സംസ്ഥാനത്തൊട്ടാകെയും ബാധിക്കാൻ പോകുന്നത്, ഇതാണ് ഇന്നത്തെ എൻ്റെ ചർച്ചാ വിഷയം. സുധാകരൻ പാർട്ടി വിട്ടത് സുധാകരന് മത്സരിക്കാനുള്ള അവസരം ലഭിക്കാതിരുന്നത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് CPM-ൻ്റെ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി വന്ന് സുധാകരനെ കണ്ടപ്പോഴും സുധാകരൻ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുവെന്നും
എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് സുധാകരനെ പോലുള്ളവർക്ക് എന്തെങ്കിലും പരിഗണന കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പരിഗണന ഒന്നും ഒരു പരിഗണനയും നൽകില്ല എന്ന് പുച്ഛരസത്തിൽ പറഞ്ഞതിൽ മനന്നൊന്താണ് പിന്നെ സുധാകരൻ പാർട്ടി വിട്ടത് എന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് CPM-കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ സുധാകരൻ്റെ അധികാരമോഹം നടക്കാത്തത് കൊണ്ട് സുധാകരൻ പാർട്ടിയുടെ പുറത്തേക്ക് പോയി എന്ന് വരുത്തി തീർക്കാനാണ് CPM-കാർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനവർ സൂചിപ്പിക്കുന്നത് 2021 സുധാകരന് വീണ്ടും മത്സരിക്കാൻ കഴിയുമെന്ന് സുധാകരൻ പ്രതീക്ഷിച്ചുവെന്നും അവസാന നിമിഷം വരെ അങ്ങനെ പ്രതീക്ഷിച്ചുവെങ്കിലും സുധാകരന് മത്സരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സുധാകരൻ CPM-മായി കലഹിച്ചത് എന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളൊരു നിരീക്ഷണം എന്ന് പറയുന്നത്, സുധാകരന് മത്സരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സുധാകരന് മത്സരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ള ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ശരിയാണെന്നും അത് തെറ്റാണെന്നും ഒക്കെ വിലയിരുത്താം. എന്തായാലും സുധാകരൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ സുധാകരൻ ഇപ്പോൾ പാർട്ടിയുമായി ബന്ധം വിച്ഛേദിക്കാനുള്ള കാരണം സുധാകരന് മത്സരിക്കാൻ പറ്റാതിരുന്നതായിരുന്നു, അല്ലെങ്കിൽ മത്സരിക്കാൻ CPM അനുവാദം നൽകാതിരുന്നതായിരുന്നു എന്നുള്ള CPM നേതാക്കളുടെ വാദം 1% പോലും അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അത് ചിലപ്പോൾ ഒരു 5-10% കാരണമായേക്കാം. പക്ഷേ സുധാകരൻ ഇപ്പോൾ പാർട്ടിയുമായി ബന്ധം വിച്ഛേദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലമായി മനഃപൂർവ്വം സുധാകരനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അവഗണിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സുധാകരൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ബ്രാഞ്ചിൽ പ്രവർത്തിക്കുകയാണ്. എന്നോട് പിന്നെ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്ന് ചോദിക്കാൻ പോലും പാർട്ടി ജില്ലാ സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നു. എന്നിട്ട് സുധാകരൻ പറയുന്നു 1-2 മാസങ്ങൾക്ക് മുമ്പ് സുധാകരന് വീണൊരു പരിക്ക് പറ്റിയിരുന്നു. ആ പരിക്ക് പറ്റിയിട്ട് പോലും ഒരു തവണ ഒഴിച്ച് ബാക്കി എല്ലാ തവണയും ഞാൻ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു എന്ന് സുധാകരൻ പറയും. സുധാകരനെ പോലെ 75 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ പരിക്ക് പറ്റി കിടക്കുന്ന സമയത്ത് പോലും പാർട്ടിയുടെ ഏറ്റവും കീഴ്ഘടകമായിട്ടുള്ള ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സുധാകരൻ പറയുന്ന വേറെ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുകയും ജയിലിൽ കിടക്കുകയും കേസ് വരികയൊക്കെ ചെയ്ത ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സുധാകരൻ. ആ സുധാകരൻ്റെ വീടിനടുത്ത് വെച്ച് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം അവിടുത്തെ EMS ഹാളിൽ വെച്ച് ആഘോഷിച്ചപ്പോൾ സുധാകരനെ പ്രസംഗിക്കാൻ വിളിക്കേണ്ട, ഒരു ക്ഷണക്കത്തെങ്കിലും നൽകേണ്ടതായിരുന്നില്ലേ എന്നാ സുധാകരൻ ചോദിക്കുക. അതുപോലും നൽകാത്ത രീതിയിൽ അതിഭീകരമായി സുധാകരനെ കഴിഞ്ഞ 5 വർഷക്കാലം ഊരുവിലക്ക് ഏർപ്പെടുത്തി. സുധാകരനെ അതിഭീകരമായി അവഗണിച്ചു എന്ന് മാത്രമല്ല, സുധാകരനെതിരെ വലിയ സൈബർ ആക്രമണം സൈബർ മേഖലയിൽ നടത്തി. സുധാകരൻ്റെ പിതാവിനെ ഫേസ്ബുക്കിൽ കൂടി അവഗണിച്ചു, പരിഹസിച്ചു, അപകീർത്തിപ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി താൻ 60 വർഷം പ്രവർത്തിച്ച, താൻ 40 വർഷത്തിലധികം സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്ന് തനിക്ക് നേരിട്ടിട്ടുള്ള കടുത്ത അവഗണനയിൽ മനന്നൊന്താണ് സുധാകരൻ ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചെന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. ഇനി നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിവാദി വിഷയത്തിലേക്ക് ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താ? സുഹൃത്തുക്കളെ, ഒരു സംശയം വേണ്ട, അത് വലിയ പ്രത്യാഘാതം, വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം CPM-നെ ഏൽപ്പിക്കുന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതം ആലപ്പുഴ ജില്ലയിലായിരിക്കും. കാരണം ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഒരു വശത്ത് G. സുധാകരനും ഒരു വശത്ത് സജി ചെറിയാനും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു. സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാല പാരമ്പര്യമുള്ള, ഒരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾക്കും വിധേയനായ, ശുദ്ധമായ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന G. സുധാകരൻ ഒരു വശത്തും, മറുവശത്ത് എല്ലാ നിക്ഷിപ്ത താല്പര്യങ്ങളുടെയും മൂർത്തിമത് ഭാവമായിട്ടുള്ള പണക്കാരൻ്റെയും മണൽ മാഫിയയുടെയും ഹോട്ടൽ റിസോർട്ട് മാഫിയുടെയും ഒക്കെ പ്രതിനിധി എന്ന് പാർട്ടി അണികളുടെ ഇടയിൽ വലിയ തോതിൽ ആരോപണം ഉയർന്നിട്ടുള്ള സജി ചെറിയാൻ്റെ ഈ ഒരു സൈസ് ടെയിൻറ്റഡ് ആയിട്ടുള്ള, കളങ്കിതമായിട്ടുള്ള നേതൃത്വമാണ് അപ്പുറത്ത്. ഒരു വശത്ത് ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാത്ത, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്കും വിധേയനാവാത്ത, പരിശുദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിന് ഉടമയായിട്ടുള്ള സുധാകരൻ ഒരു വശത്തും, എല്ലാ വൃത്തികേടുകളുടെയും മൂർത്തിമത് ഭാവം എന്ന് പാർട്ടി അണികൾ കാണുന്ന സജി ചെറിയാൻ മറുവശത്തുമായി അണിനിരക്കുമ്പോൾ സ്വാഭാവികമായും അത് സജി ചെറിയാൻ പങ്കാളിയായിട്ടുള്ള CPM നേതൃത്വത്തിന് വലിയ തോതിലുള്ള പ്രത്യാഘാതം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാക്കുക ആരും തർക്കവുമില്ല. ഇപ്പോൾ സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിച്ചു എന്നിരിക്കട്ടെ, മത്സരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു. അത് മത്സരിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോന്നാൽ സ്വാഭാവികമായും സുധാകരനോടൊപ്പം ഈ പാർട്ടിയിലുള്ള അസംതൃപ്തരിൽ നല്ല വിഭാഗം സുധാകരനോടൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞും അണിയേറാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്.
അമ്പലപ്പുഴ ജില്ലയിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും UDF പിന്തുണയ്ക്കുകയും കൂടി കഴിഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് ജയിക്കാനുള്ള സാധ്യതയും വളരെ വലുതാണ്. അദ്ദേഹം ഒരു പാർട്ടിയിലും ചേരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ മത്സരിക്കുകയാണെങ്കിൽ തന്നെ സ്വതന്ത്രനായി മത്സരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ CPM അത് കനത്ത തിരിച്ചടിയായിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇനി സംസ്ഥാന തലത്തിൽ നമ്മൾ നോക്കൂ. സംസ്ഥാന തലത്തിൽ തന്നെ സുധാകരനെ പോലെ അത്രയും സ്റ്റേച്ചറുള്ള, അത്രയും ഔന്നത്യത്തിലുള്ള ഒരു നേതാവ് CPM ഇതിനു മുമ്പ് വിട്ടുപോയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ലല്ലോ. പൈസ പോറ്റി പോയി, പക്ഷെ അവരൊരു ജില്ലാ നേതാവായിരുന്നു, MLA ആയിരുന്നു. S രാജേന്ദ്രൻ പോയി, ഒരു ജില്ലാ നേതാവായിരുന്നു. PK ശശി പോയി, അത് ജില്ലാ നേതാവായിരുന്നു. പിന്നെ കുറേ ഇടതുപക്ഷ നിരീക്ഷകരെന്നൊക്കെ പറഞ്ഞിട്ട് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരാണ് CPM നിന്ന് ഈ അടുത്ത കാലത്തായി വിട്ടുപോയിക്കൊണ്ടിരുന്നത്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവും പാർട്ടിയിൽ നിന്ന് അടുത്ത കാലത്തങ്ങ് വിട്ടുപോയതായിട്ട് നമുക്കറിയില്ല. എന്നാൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവെന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത് പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത, ആരോപണ വിധേയനാവാത്ത, 4 തവണ MLA ആയിരുന്ന, 2 തവണ മന്ത്രിയായിരുന്ന ഒരു ഉന്നതനായിട്ടുള്ള നേതാവ്, അതും ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് പോലെ പാർട്ടി ഉണ്ടായ, തെക്കൻ കേരളത്തിൽ പാർട്ടി ഉണ്ടായ ഒരു ജില്ല, ആ ജില്ലയാണ് ആലപ്പുഴ ജില്ല. സുസംഘടിതമായ, സുശക്തമായിട്ടുള്ള പാർട്ടിയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിൽ CPM കെട്ടിപ്പടുത്തതിൽ നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള G സുധാകരനെ പോലുള്ള ഒരു നേതാവ് ആലപ്പുഴ ജില്ലയിൽ നിന്ന്, ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, അത് എല്ലാ ജില്ലകളിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്തൊട്ടാകെയുള്ള വിമതർ, സംസ്ഥാനത്തൊട്ടാകെ CPM രംഗത്ത് വന്നിട്ടുള്ള വിമതർ സുധാകരൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു പ്രസ്ഥാനമായി രൂപപ്പെടുന്ന നിലയിലേക്ക് മാറിയാൽ പോലും അതിൽ അത്ഭുതമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ജില്ലയിലും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിമതർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമാണ് സുധാകരൻ്റെ നേതൃത്വം. അഴിമതിരഹിതമായിട്ടുള്ള നേതൃത്വം, പ്രത്യയശാസ്ത്ര ശുദ്ധിയുള്ള നേതൃത്വം. അപ്പോൾ സ്വാഭാവികമായും സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അനുരണനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നടപടിയാണ് എന്നാണ് ഈ പ്രാഥമികമായി പ്രഥമ ദൃഷ്ട്യാ ഈ ഘട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്.